ഹലോ ഗൈസ്, പത്രമാറ്റിന് പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം നയനയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. പോലീസ് നിർമ്മലിനെ പിടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ടെൻഷൻ കയറിയിട്ട് അബി ഫോൺ വിളിക്കുന്നുണ്ട് നിർമ്മലിനെ, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. ആ സമയത്ത് പോലീസ് നിർമ്മലിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വളയുവാണ് കേട്ടോ. വളഞ്ഞിട്ട് ഫ്രണ്ടിനെ പിടിക്കുവാണ്. ഫ്രണ്ടിനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രെഡിനോട് ചോദിക്കുവാണ് എവിടെയാ നിർമ്മൽ എവിടെയെന്നൊക്കെ. ആ സമയത്ത് അബി വീണ്ടും നിർമ്മലിനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഓടണം, അവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് പറയുവാണ്. അപ്പോൾ ചോദിക്കും നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കും. പറയും ഇവിടെ പോലീസ് പറയുന്നുണ്ട്, നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മൽ പറയും ഞാൻ അവിടെ നിന്ന് മാറിയായിരുന്നു, എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്, അതെങ്ങനെയും അബി ഒന്ന് സെറ്റാക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ സെറ്റായിക്കോളാം, പക്ഷേ നീ ഒരു കാരണവശാലും പോലീസിൻ്റെ പിടിയിലാവരുത്, അതെൻ്റെ നിലനിൽപ്പിനെ കൂടെ ബാധിക്കുമെന്ന് അബി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം ഫ്രണ്ട് സമ്മതിക്കുവാണ്, അവനിവിടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എവിടെയോ രാവിലേക്ക് ഇറങ്ങിപ്പോയി സാറേ, എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയാനുണ്ട്. പിന്നെ SI വിളിച്ചിട്ട് ആദർശനോട് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം, സാരമില്ല, അവനെ എത്രയും പെട്ടെന്ന് പിടിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. ഈ കാര്യം ആദർശ നയനയോടും നവ്യയോടും പറയുകയാണ്. അപ്പം നവ്യയ്ക്ക് ആൾക്കൂടെ വിഷമമാവുകയാണ്. നവ്യ പറയുന്നുണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം അവനെ പിടിച്ചു കൊണ്ടുവരാമെന്നുള്ളത്. എനിക്കാണെങ്കിൽ ഒരുപാട് പേരെ സംശയമുണ്ട്, പക്ഷേ ഒന്നും ഉറപ്പിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഹെൽപ്പ് വലുത് തന്നെയാണ്, പണ്ട് എനിക്ക് നയനയോട് അസൂയയും കുശുമ്പൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് അവളുടെ വില മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുകയാണ് നീ ഒരുപാട് അഹങ്കരിക്കേണ്ട, ഓരോരുത്തരെ കയ്യിലെടുക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നയന തിരിച്ചു പറയുകയാണ് ഞാനും എനിക്ക് സഹായം ചെയ്തവരെയും എൻ്റെ കുടുംബത്തിന് ജീവൻ കളഞ്ഞു കൂടെ നിന്നവരൊന്നും ഞാനും മറക്കാറില്ല ആദർശേട്ടാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കും നീ ആരെ പറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നയന പറയും വേറെ ആരെ പറ്റി, ആദർശേട്ടനെ പറ്റി തന്നെ എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്ന അബി ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഹാളിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന അബിയുടെ അടുത്തേക്ക് നവ്യ ചെല്ലുവാണ്. നവ്യ ചോദിക്കും നിനക്ക് എന്താ ഒരു ടെൻഷൻ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും പോലീസ് ഇങ്ങനെയാണ് പറഞ്ഞ് അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് അബി ടെൻഷൻ കൊണ്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഈ കേസിന് പുറകെ പോകുന്നത്, നിൻ്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചുമ്മാ ഇനി ആവശ്യമില്ലാത്ത പൊല്ലാപ്പിൻ്റെ ഒന്നും പുറകെ പോവണ്ടെന്നൊക്കെ പറഞ്ഞ് നവ്യനെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ നോക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നവ്യ പറയുന്നുണ്ട് അതെന്തായാലും ഇല്ല, എനിക്കിത് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, പെൺപിള്ളേർ ഇച്ചിരി ബോൾഡായിട്ട് നിന്നാൽ ഇവന്മാരൊക്കെ കളി അവസാനിപ്പിക്കുന്ന കാലം പണ്ടേ ആയി എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ കനക ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അനി അവിടെ നിന്ന് ആരോ ഫോൺ വിളിക്കുന്നതായിട്ട് കാണുവാണ് കേട്ടോ. ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുവാണ്. കനക അപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിക്കുവാണ് കേട്ടോ. നന്ദുവിനെ വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കും എൻ്റെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും അമ്മയ്ക്ക് വല്ല വട്ടമുണ്ടോ, എൻ്റെ ഫോണൊന്നും എൻഗേജ്ഡ് അല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കനകയ്ക്ക് സമാധാനമാവുകയാണ് കേട്ടോ. കനക എന്നാൽ ശരി മോനെ നന്ദൂട്ടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് പുറകിൽ കൂടെ നമ്മുടെ അനി വരുവാണ് കേട്ടോ. എന്നിട്ട് നന്ദുവാണോ ഇങ്ങതാ ഞാനും സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ കനക വെപ്രാളം കയറി വേണ്ട മോനെ, മോൻ പിന്നെ വിളിച്ചാൽ മതി, മോൻ പോയി കല്യാണമൊക്കെ വിളിക്കുമെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അനി തട്ടിപ്പറിച്ച് ഫോൺ വിളിച്ചിട്ട് നന്ദുവിനോട് ചോദിക്കും നന്ദുവിൻ്റെ 2 ചേച്ചിമാർ ഇവിടെ ഉള്ളതല്ലേ, നന്ദുവിന് ഇവിടെ കുറച്ച് ദിവസം വന്നത് എന്താ കുഴപ്പം എന്ന് ചോദിക്കും കേട്ടോ. നന്ദു ഒന്നും വേണ്ടുന്നില്ല, ഫോണിങ്ങനെ അകത്തി മാറ്റിപ്പിടിച്ച് എന്ത് ചെയ്യും എന്നുള്ള രീതി നോക്കുവാണ്. കനക ഫോൺ തിരിച്ച് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകെ കൂടെ നയന വരുവാണ് കേട്ടോ. നയന ചോദിക്കും അതിനെന്താ അമ്മേ കുഴപ്പം, അവൻ സംസാരിക്കട്ടെ, അവനും അവളും നല്ല കമ്പനിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ അനി പറയാണ് കുഴപ്പമില്ല, ഞാനിവിടെ നിന്ന് പൊക്കോളാം, ഞാൻ നന്ദൂരെ നേരിട്ട് പോയി കണ്ടോളാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ഓക്കെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും കനകയ്ക്ക് ആൾക്കൂടെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും കനകയോട് നമ്മുടെ നയന പറയും അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പറയും അനാമികയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല മോളിവിടെ വന്നപ്പോൾ ആ കൊച്ചി കാണിച്ചൊക്കെ കണ്ടതല്ലേ, അനാമിക അങ്ങനെ അമ്മയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. എന്നാലും കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നൊരു ചെറുക്കനല്ലേ, വേണ്ട മോളെ അതൊന്നും ശരിയാവുകയില്ല, മോളിതൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണ്ട, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയും ഈ നന്ദുവിനെയും കൊണ്ട് എന്ന് പറഞ്ഞ് ആ കൂടെ കനക ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക പറയുവാണ് ഇനി അവൻ എവിടെയെങ്ങാനും പോവോ, അവളുടെ പ്രായം ശരിയല്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ആവക്കൂടെ സംശയമാവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അമ്മ ഹാളിലിരിക്കുവാണ്. ആ സമയത്ത് അബിയുടെ അമ്മയും കൂടെ അങ്ങ് വരുവാണ് കേട്ടോ, ജലജയും കൂടെ അങ്ങ് വരുവാണ്. എന്നിട്ട് പറയും നീ എന്തായാലും മോനോടൊന്ന് സംസാരിക്കുക, അവനീ കല്യാണത്തിനൊരു താല്പര്യമില്ലാത്ത പോലെയാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കനകയും പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ അബി പറയും നേരെ എനിക്കും തോന്നുന്നുണ്ട് അവൻ്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട്, അവനൊരു ദിവസം പാർക്കിലൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നത് കണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനിയുടെ അമ്മയ്ക്ക് ആകൂടെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് പറയും ഞാനിനി എന്ത് ചെയ്യാനാണ്, മുത്തശ്ശനല്ലേ വാക്ക് കൊടുത്ത്, ഇനി എനിക്ക് വാക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും. പറയുന്നുണ്ട് അവരുടെ ദാമ്പത്തികം എന്താവോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ജലജയും അബിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ആൾക്കൂടെ ടെൻഷൻ ആവുകയാണ്. ഇതെല്ലാം പുറകിൽ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജയ്ക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാവുമോ ലാസ്റ്റ് എന്ന് ഓർത്ത്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ അനി ബൈക്കും എടുത്ത് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അനി പുറത്തോട്ട് പോകുന്നത് മോളിൽ നിന്ന് നയന ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നയന ചെന്നിട്ട്
നമ്മുടെ കനകയോട് പറയും, അമ്മ ഞാനൊന്ന് പുറത്ത് പോവാം, കല്യാണിയുടെ അടുത്ത് വരെ പോവാം, കല്യാണി വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അനി എങ്ങടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അനിയുടെ പുറകെ പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മ എല്ലാ കാര്യവും ഒന്ന് ചെയ്സ് ഇവിടെ നോക്കിയേക്കണേന്ന് പറയും കേട്ടോ. പിന്നെ അനിയുടെ പുറകെ നമ്മുടെ നയന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.